ഇമാജിൻ നിങ്ങളൊരു ഡിറ്റക്റ്റീവാണ്. നിങ്ങൾ ലണ്ടനിലേക്ക് ഓറിയന്റ് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്രാമധ്യേ സ്നോ ഡ്രിഫ്റ്റ് കാരണം ട്രെയിൻ നിർത്തലാക്കിയിട്ടു. ആ സമയത്ത് തന്നെ ട്രെയിനിൽ ഒരു കൊലപാതകം നടന്നു. സ്വാഭാവികമായിട്ടും ഡിറ്റക്റ്റീവായ നിങ്ങളിലേക്കാണ് കേസ് അന്വേഷണം വന്നു നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ കേസ് അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലായ കാര്യം, ട്രെയിനിലേക്ക് പുറത്തുനിന്ന് ആരും വന്നിട്ടുമില്ല, ട്രെയിനിന് പുറത്തേക്ക് ഒരാൾ പോയിട്ടുമില്ല. അതായത് കോച്ചിലുള്ള 13 പേരിൽ ആരോ ഒരാളാണ് കൊലപാതകി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസല്ലേ ഇത്. അപ്പൊ ഇത് പറഞ്ഞു വരുന്നതിന് മുമ്പ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വാട്ട് ഷീ റീഡ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗത ക്രിസ്റ്റിയുടെ മർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസ് എന്ന് പറയുന്ന നോവലാണ്. ഇത് ത്രില്ലറിലെ ഹൂ ഡൺ ഇറ്റ് എന്ന് പറയുന്ന ഒരു ജോണറിൽ വരുന്ന നോവലാണ്. നോർമലി അഗത ക്രിസ്റ്റിയുടെ ഭൂരിഭാഗം നോവൽസും ഈ ഒരു ജോണറിൽ തന്നെയാണ് വരുന്നത്. അപ്പം ഈ നോവലിന്റെ സ്റ്റോറി ലൈൻ ഇങ്ങനെയാണ്. പോയറട്ട് എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ് ലണ്ടനിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പൊ ട്രെയിനിൽ വെച്ച് അദ്ദേഹം സാമുവൽ റാച്ചറ്റ് എന്ന് പറയുന്ന ഒരാളെ കണ്ടു. വളരെ അൺഈസി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഈ സാമുവൽ എന്ന് പറയുന്ന ആള്. കുറച്ച് കഴിഞ്ഞ് അവർ പരിചയപ്പെട്ടപ്പോൾ സാമുവൽ വളരെ കാര്യമായിട്ട് പോയറട്ടിനോട് ഒരു റിക്വസ്റ്റ് മാത്രമേ ചെയ്തുള്ളൂ. അദ്ദേഹത്തിന് ഒരുപാട് ത്രട്ടനിങ് നോട്ട്സ് വരുന്നുണ്ട്, ലൈഫ് ത്രട്ടൻഡ് ആണ്, എന്നെ രക്ഷിക്കണമെന്ന്. പക്ഷേ പല റീസൺസ് കൊണ്ട് പോയറോട്ട് അത് ഡിക്ലൈൻ ചെയ്തു. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഈ ട്രെയിൻ സ്നോ ഡ്രിഫ്റ്റ് കാരണം നിർത്തിയിട്ടു. അറ്റ് ദ സെയിം ടൈം ഈ കൊലപാതകം നടക്കുകയും ചെയ്തു. പോലീസ് വരുന്നതിന് മുമ്പ് ഇതിന് എന്തെങ്കിലും ഒരു ലീഡ് കണ്ടുപിടിക്കണമെന്ന് പോയറോട്ടിനോട് ആളുകൾ പറയുകയും അങ്ങനെ പോയറോട്ട് ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തു. കേസ് അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ പോയറോട്ടിന് സ്വാഭാവികമായിട്ട് മനസ്സിലായി ഈ ഒരു കോച്ചുള്ള 13 പേരിൽ ആരൊക്കെയാണ് ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത്. അത് ചിലപ്പോൾ ഒരാളാകാം, രണ്ടുപേരാകാം, ഒരു പുരുഷനാവാം, ഒരു പുരുഷനും സ്ത്രീയുമാകാം. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഇവർക്ക് കിട്ടി. ആൻഡ് അതിലോട്ട് ലീഡ് ചെയ്ത ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തുള്ള 12 സ്റ്റാബാണ്. പലതും ഭയങ്കര ഡീപ്പാണ്, ചിലത് ഭയങ്കര സർഫസ് ലെവലാണ്. സ്കിന്നിനെ കുറച്ച് മാത്രം മുറിച്ചിട്ടുള്ള സ്റ്റാബൊക്കെയാണ് സാമുവലിന്റെ ദേഹത്ത് കണ്ടുപിടിച്ചത്. അങ്ങനെ അവർ ആദ്യത്തെ റൗണ്ട് ഓഫ് ക്വസ്റ്റ്യനിങ് തുടങ്ങി. ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ഐഡിയയും ആരെയാണ് എന്ന് ഒരു രീതിയിലും കിട്ടിയില്ല. പല ക്ലൂസും ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് പോയറോട്ടിന് കിട്ടി. എക്സാമ്പിൾ പൈപ്പ് ക്ലീനർ, പിന്നെ ഒരു ഇനിഷ്യലുള്ള ഹാൻഡ് കർച്ചീഫ്, അതുപോലെ തന്നെ അവർക്ക് ഒരു വാച്ച് കിട്ടി. അങ്ങനെ പല ക്ലൂസ് കിട്ടി. ഈ ക്ലൂസ് പലരിലേക്കും ലീഡ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള സസ്പെക്റ്റിനെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ 13 സസ്പെക്റ്റുകളും അവർ ഈ കൊലപാതകം നടന്ന സമയത്ത് എന്താണ് ചെയ്തത് എന്ന് പോയറോട്ടിനോട് ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. ഒരു കമ്പാർട്ട്മെന്റ് നോർമലി 2 പേരാണ് ഷെയർ ചെയ്തോണ്ടിരുന്നത്. ഇപ്പം എ എന്ന് പറയുന്ന ആള് ഒരു കാര്യം പറയുകയാണ്. അപ്പൊ ബി ആയിരിക്കും ആളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എയും ബിയും അവരുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്താണ് പറയുന്നത്. ഇപ്പൊ എ ആ സമയത്ത് ഉറങ്ങിയെന്ന് ബി പറയുകയും ബി ആ സമയത്ത് ബുക്ക് വായിക്കുകയായിരുന്നു, പിന്നീട് ഞാൻ ഉറങ്ങിയെന്ന് എ പറയുകയും ചെയ്യുന്നു. സോ രണ്ടുപേരും പെർഫെക്റ്റ് ആലിബേ ആയിട്ട് വർക്ക് ചെയ്തു. അപ്പം നോർമലി നമുക്ക് സസ്പെക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ മൊഴികൾ സാമ്യമുള്ളതാണ്. ലൈക്ക് ദേ ആർ മാച്ചിങ്. അങ്ങനെ പോയറോട്ട് കൺഫ്യൂസ്ഡ് ആയ സമയത്ത് ഒന്നും കൂടെ കേസ് അന്വേഷണം റീസ്റ്റാർട്ട് ചെയ്തു. ലൈക്ക് അദ്ദേഹം ഒന്നും കൂടെ ഇരുന്ന് എന്താണ് ഈ ഒരു കേസിനകത്തുള്ളത് എന്ന്. അങ്ങനെ അദ്ദേഹം ആദ്യം പോയത് ഈ സാമുവൽ റാച്ചറ്റ് ആരാണെന്ന് നോക്കാനാണ്. അങ്ങനെ സാമുവൽ റാച്ചറ്റിന്റെ ഹിസ്റ്ററി എടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം, സാമുവൽ റാച്ചറ്റ് ഒരു കിഡ്നാപ്പറും കൊലപാതകയുമാണ്. അതായത് പണ്ട് ആംസ്ട്രോങ് ഫാമിലിയിലെ ഒരു കുട്ടീനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി കൊലപാതകം ചെയ്ത ആളാണ് ഈ സാമുവൽ റാച്ചറ്റ്. അപ്പൊ അന്ന് ആ ഒരു കേസ് ഭയങ്കര സെൻസേഷണൽ ആയിട്ടുള്ളതായിരുന്നു. അപ്പം അദ്ദേഹത്തിന് അതിനുശേഷം തൊട്ടാണ് ഈ ഒരു ത്രട്ടനിങ് നോട്ട്സ് ഉണ്ടായത്. അപ്പൊ അദ്ദേഹം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് എനിമീസ് ഉണ്ടെന്ന്. ബട്ട് ഈ ത്രട്ടനിങ് നോട്ട്സ് ഈ ഒരു കേസിനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണെന്ന് നമ്മുടെ പോയറോട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ അന്വേഷണം ഈ 13 സസ്പെക്ട്സിൽ ആരെങ്കിലും ഈ ഒരു കേസുമായിട്ട് ബന്ധമുള്ളവരാണോ എന്നാണ്. പക്ഷെ ഒരാളെ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ഫാക്ട്. അങ്ങനെ പല റൗണ്ട് ഓഫ് ക്വസ്റ്റ്യനിങ്ങിലൂടെയാണ് ഈ സ്റ്റോറി കടന്നു പോകുന്നത്. ആരായിരിക്കും കൊലപാതകി അത് ഞാൻ എന്തായാലും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ വായിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് എല്ലാ മർഡർ മിസ്റ്ററീസിലും നമ്മൾ നോർമലി ഒരാളെ ആദ്യം തന്നെ ഇങ്ങനെ ഹുക്ക് ചെയ്തിടും, അയാളിലേക്ക് കുറെ ക്ലൂസ് ഒക്കെ പോകുന്ന രീതിയിൽ. പക്ഷെ അങ്ങനത്തെ മർഡർ മിസ്റ്ററിയെ മൊത്തം ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് അഗത ക്രിസ്റ്റി ഈ നോവലിൽ കാണിച്ചിരിക്കുന്നത്. ഒരാളെ പോലും തൊടാതെ, ഒരു സസ്പെക്റ്റിനെ പോലും ലീഡ് ചെയ്യിക്കാതെ, നമ്മളെ കൺഫ്യൂസ് ചെയ്ത് കിട്ടുന്ന എല്ലാ ക്ലൂസും ആദ്യം ചിലപ്പം ഒരാളിലേക്ക് പോകും, പിന്നെ അയാളല്ല എന്നുള്ള രീതിയിൽ വീണ്ടും മറ്റൊരാളിലേക്ക് പോകും. ഇത് നമ്മളെ കൺഫ്യൂസ് ആക്കി ഒരു പസിൽ പോലെ സോൾവ് ചെയ്തെടുത്ത ഒരു നോവലാണ് മർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഒരു ക്ലോസ് റൂം ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഒരു നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ട്രെയിനിൽ 13 പേരെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി
ക്വസ്റ്റ്യൻ ചെയ്യുന്ന, അവർ മാത്രം ഇൻവോൾവ് ആവുന്ന ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് മർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസ്. ഇതിന് നമുക്ക് പാരലായിട്ട് പറയാൻ പറ്റുന്ന സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മുടെ മലയാളം സിനിമയിലുള്ള 12th മാൻ എന്ന് പറയുന്ന മൂവി. ഈ 12th മാൻ ഈ ഒരു സ്റ്റോറി ആയിട്ടല്ല, പക്ഷേ ഇതേപോലെ ഒരു ക്ലോസ്ഡ് റൂം ഇൻവെസ്റ്റിഗേഷൻ ആണ് കാണിക്കുന്നത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് വായിക്കാനും അതുപോലെ പെട്ടെന്ന് വായിച്ചു തീർക്കാനും പറ്റുന്ന ഒരു നോവലാണ് മർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസ്. പിന്നെ ഇതിനകത്ത് ചെറിയൊരു ബുദ്ധിമുട്ട്, ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഫ്രഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കേണ്ടി വന്നു എന്താണ് ഇവർ പറയുന്നതെന്നൊക്കെ. അതിനപ്പുറം ഇത് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു നോവലോ ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന, പക്ഷെ വായിക്കുമ്പോൾ നമ്മളെ അങ്ങനെ ഹുക്ക് ചെയ്തിരുത്താൻ പറ്റുന്ന ഒരു നോവലാണ്. ബേസിക്കലി ഞാൻ വളരെ വലിയൊരു അഗത ക്രിസ്റ്റി ഫാനാണ്. നോർമലി എല്ലാവരും ഷെർലോക്ക് ഹോംസിന്റെ ഫാനാണ്. ഞാൻ ഷെർലോക്ക് ഹോംസിന്റെ നല്ലൊരു ഫാൻ ഗേളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷെർലോക്ക് ഹോംസ്. പക്ഷെ എനിക്ക് അതിലും അഗത ക്രിസ്റ്റീനെ വായിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അഗത ക്രിസ്റ്റിയെ വായിച്ചു തുടങ്ങിയോട്ട് എനിക്ക് അവരുടെ റൈറ്റിംഗ് സ്റ്റൈലാണെങ്കിലും അവർ സെറ്റ് ചെയ്യുന്ന സ്റ്റോറീസ് ആണെങ്കിലും ഭയങ്കര ഇഷ്ടം. ശരിക്കും ഇത് ഈ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഇത് ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ഒരു നോവലാണ്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അവസാനം ഇരിക്കും, ഓക്കെ ഇങ്ങനെയും നമുക്ക് മർഡർ മിസ്റ്ററി എഴുതാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഇരുത്തിക്കളയും. ഇതല്ല ശരിക്കും മർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസിന് ഭയങ്കര ഹൈപ്പ് കണ്ടിട്ട് ഞാൻ വാങ്ങി, കുറെ നാൾക്ക് മുന്നേ വാങ്ങിയത്, പക്ഷെ ഇപ്പോഴാണ് വായിച്ചത്. പക്ഷെ ഇതിലും അടിപൊളിയായിട്ടുള്ള വേറൊരു നോവലുണ്ട് കേട്ടോ. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അഗത ക്രിസ്റ്റിയുടെ ഒരുവിധം കുറച്ച് നോവൽസ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ഒരു വീഡിയോയിൽ ഇടാം. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെങ്കിലും അതുപോലെ ദെൻ്റെ വേറെ എന്ന് പറയുന്നൊരു നോവലുണ്ട്, അത് രണ്ടും എനിക്ക് മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. ശരിക്കും എനിക്ക് 10/10 ഒക്കെ കൊടുക്കാൻ തോന്നിയ ഒരു ബുക്കാണ്. എനിക്ക് എവിടെയും ഒരു ലൂപ്പ് ഹോള് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അത്രയും ചിന്തിക്കാനേ പറ്റത്തുള്ളായിരിക്കും, അതറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് അങ്ങനെ എവിടെയും ഇങ്ങനെ ഫീൽ ചെയ്തില്ല, ഓക്കെ ഇവിടെ ലൂപ്പ് ഹോൾ ഉണ്ട്, ഇവിടെ ലൂപ്പ് ഹോൾ ഉണ്ടെന്നൊക്കെ. എനിക്ക് ഭയങ്കര ക്ലീൻ ആയിട്ട് എഴുതിയ പോലത്തെ ഒരു നോവലായിട്ടാണ് തോന്നിയിരിക്കുന്നത്. സോ ഞാൻ ത്രില്ലേഴ്സ് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ നോവല് എപ്പോഴും അഗത ക്രിസ്റ്റി നോവൽസ് ആയിരിക്കും. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ എപ്പോഴും പറയും. സോ ഇനി എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന വൺ ഓഫ് ദ ബുക്സ് ആണ് മർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസ്. അത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. സോ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ സീയിങ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.